ജൂലൈ 13 വിശുദ്ധ ഹെൻറി, രാജാക്കന്മാരുടെ രക്ഷാധികാരി. ജർമ്മനിയിലെ രാജാവും വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുമായിരുന്നു ഹെൻറി. രാജാവിനും ഭാര്യ ക്യൂനെഗുണ്ടയ്ക്കും മക്കളില്ലായിരുന്നു. സഭയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചു. ഭക്തരും വിശ്വസ്തരുമായ ബിഷപ്പുമാരെ നവീകരിക്കാനും ജർമ്മൻ ബിഷപ്പുമാരെ നവീകരിക്കാനും പുതിയ രൂപതകൾ സൃഷ്ടിക്കാനും ബിഷപ്പുമാർക്ക് അവരുടെ ആത്മീയ ശക്തിയോടൊപ്പം താൽക്കാലിക ശക്തി നൽകാനും അദ്ദേഹം സഭയുമായി സഹകരിച്ചു. ഹെൻറി വലിയ ജീവകാരുണ്യ വ്യക്തിയായിരുന്നു. തൻ്റെ സമ്പത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഔദാര്യം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ പലരും അദ്ദേഹം നിരുത്തരവാദപരമാണെന്ന് പരാതിപ്പെട്ടു. ചക്രവർത്തി എന്ന നിലയിൽ തൻ്റെ പ്രാഥമിക കടമ സഭയെ ശക്തിപ്പെടുത്തുക, വിശ്വാസം പ്രചരിപ്പിക്കുക, ചാരിറ്റി മാതൃകയാക്കുക എന്നിവയാണെന്ന് കരുതി. അവൻ്റെ ഔദാര്യം ദരിദ്രരോടും സഭയോടും മാത്രമല്ല, ശത്രുക്കളിലേക്കും വ്യാപിച്ചു. യുദ്ധങ്ങളും കലാപങ്ങളും അദ്ദേഹം വിജയകരമായി അവസാനിപ്പിച്ചു. തനിക്കെതിരെ മത്സരിച്ചവരോട് ക്ഷമിച്ചു. രാജ്യത്തിന് സമാധാനം പുനഃസ്ഥാപിച്ചു. ദൈവമാതാവിനോട് അഗാധമായ ഭക്തി പുലർത്തി. പതിവായി കൂദാശകൾ സ്വീകരിച്ചു. സന്യാസ ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണമായിരുന്നു ഏറ്റവും വലിയ സംഭാവന. രാഷ്ട്രീയ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, രാഷ്ട്രീയ അഭിലാഷമുള്ള ആളുകളുടെ പരിവാരങ്ങൾ, രാജകീയ പെരുമാറ്റം, ആഡംബരപൂർണമായ ജീവിതശൈലി എന്നിവയിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും വിശുദ്ധ ഹെൻറി ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ ശക്തിയും സമ്പത്തും സഭയുടെ ദൗത്യം തുടരാൻ ഉപയോഗിക്കുകയും ചെയ്തു. ഇക്കാരണത്താൽ ഭരിക്കുന്ന അല്ലെങ്കിൽ സമ്പത്തും അധികാരവും പരമേൽപ്പിക്കുന്ന എല്ലാവർക്കും അനുയോജ്യമായ മാതൃകയാണ് വിശുദ്ധ ഹെൻറി.